അപ്പം നമ്മുടെ ഡീസൽ മെക്കാനിക്കിൻ്റെയും ഡ്രൈവർ മെക്കാനിക്കിൻ്റെ ഒക്കെ എക്സാം വരില്ലേ. അപ്പോൾ ഇന്നൊരു ഒരു ഇച്ചിരി തോന്നെ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്റർ, ക്വസ്റ്റ്യൻ നമ്പർ 50 ആട്ടോ. ദി ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഈസ് യൂഷ്വലി മൗണ്ടഡ് ഓൺ. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആ സ്വിച്ച് ഉണ്ടല്ലോ, സാധാരണയായിട്ട് എവിടെയാണ് കൊടുക്കലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കോളത്തിലാണോ, ഡാഷ്ബോർഡിലാണോ, സെൻട്രൽ കൺസോളിലാണോ, നൺ ഓഫ് ദി അബോവ്. എല്ലാവർക്കും അറിയാലേ ആൻസർ ഏതാണ്? സ്റ്റിയറിംഗ് കോളത്തിലാണ് സാധാരണ ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കുക, അതിൻ്റെ സ്വിച്ച് കൊടുക്കാറ് കേട്ടോ. ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്റർ അല്ല, ഫ്ലാഷിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുക്കാറ്. രണ്ടാമത്തെ ചോദ്യം 51, ഇൻ എ ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ദി ഫ്രീക്വൻസി ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ് പെർ മിനിറ്റ്. നമുക്കറിയാലേ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങാനുള്ള ഒരു സൂചന പിന്നിലെ മുന്നിലും ഡ്രൈവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതങ്ങനെ കത്തി നിൽക്കാൻ പാടില്ല. അത് നമ്മളെ കണ്ണിൽ പെടണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലാഷിംഗ് എന്നുള്ളൊരു കത്തും വേണം, കെടുവും വേണം. അതിൻ്റെ ഫ്രീക്വൻസി, അതായത് പെർ മിനിറ്റിൽ, ഒരു മിനിറ്റിൽ എത്ര തവണ അത് കത്തണം കെടണം എന്നുള്ള ആ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 90 കണ്ടിട്ടുണ്ട് ആൻസർ ആയിട്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ആണ് ആൻസർ തന്നത്. അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡിലുള്ളത്. അപ്പോൾ ഈ 60 സെക്കൻഡിനുള്ളിൽ ഇതിൽ 80 തവണ ഇത് കെടുകയും അതുപോലെ കത്തുകയും ചെയ്യുന്നുണ്ട്. 8 അല്ലേ, 8 നമുക്കറിയാം. 8 800 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. കാരണം എന്താ, ഓപ്ഷൻ മുഖേന തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം അല്ലേ. 80 90 ആണ് ആൻസർ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. 52, ദി ടാക്കോമീറ്റർ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ് യൂസ്ഡ് ഫോർ. ടാക്കോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടാക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഉപയോഗം നമുക്കറിയാം അല്ലേ, ഒരു കറങ്ങുന്ന ഒരു വസ്തുവിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഇച്ചിരി ആ എക്സാമിന്റെ ടൈമിലുള്ള ആ പ്രഷറൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. എഞ്ചിന്റെ സ്പീഡ് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ടാക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി നോക്കൂ, ഇൻഡിക്കേറ്റ് ദി വെഹിക്കിൾ സ്പീഡ് അല്ലേ. വെഹിക്കിൾ സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വീലിന്റെ അവിടേക്ക് ഒരു ഗിയർ മുഖേന, ടൂ വീലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡോമീറ്റർ അങ്ങനെ കണക്ട് ചെയ്യൂലേ. ഇപ്പോൾ സ്പീഡോമീറ്റർ ആണ് വണ്ടിയുടെ വെഹിക്കിളിന്റെ സ്പീഡ്. എഞ്ചിന്റെ സ്പീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ടാക്കോമീറ്റർ ഉപയോഗിക്കും. മെഷർ ദി ഓയിൽ ടെമ്പറേച്ചർ, അത് നമ്മൾ ടെമ്പറേച്ചർ ഗേജ് ആണ് ഉപയോഗിക്കുക. 53ാമത്തെ ചോദ്യം, ദി കമ്പോണന്റ് ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി ചേസി സിസ്റ്റം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷാസിയുടെ ഭാഗമല്ലായി വരാത്തത് ഏതാണെന്നാ. നോട്ട് എന്നുള്ള ഈ വാക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ ഓപ്ഷൻസ് ഫ്രെയിം ഉണ്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ബ്രേക്സ് ഉണ്ട്. ഷാസിയുടെ ഭാഗമല്ലാത്തത് എല്ലാവരും ആൻസർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതെങ്ങനെ ആൻസർ വന്ന്, ഫ്രെയിം ഒരിക്കലും വരില്ല എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ നോട്ട് പാർട്ട് ഓഫ് ദി ചേസി സിസ്റ്റം. ഈ ചാസിയുടെ മെയിൻ ഭാഗമാണ് ഫ്രെയിം അല്ലെ, സസ്പെൻഷനും മെയിൻ ഭാഗമാണ്. അപ്പൊ ബ്രേക്ക് എന്തായിട്ട് വരും, അതിന്റെ ഭാഗമായിട്ട് വരും. ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്തായിട്ട് വരില്ല, നോട്ട് എ പാർട്ട് ഓഫ് ചാസി സിസ്റ്റം. 54ാമത്തെ ചോദ്യം, ഇൻ 4-wheel ഡ്രൈവ് there ഈസ് അല്ലെങ്കിൽ there ആർ 1 ലൈവ് ആക്സിൽ ആൻഡ് 1 ഡെഡ് ആക്സിൽ. നമ്മൾ 4-wheel ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ അല്ലെ, ഒരു ഡെഡ് ആക്സിൽ ഉണ്ടാവുമോ? അവിടെ 4-wheel ഡ്രൈവ് മെക്കാനിസം എന്ന് പറയുമ്പോൾ അവിടെ ഡെഡ് ആക്സിൽ എന്ന് പറയുന്ന ഒരു ആക്സിൽ ഉണ്ടാവുമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. 4-wheel എന്ന് പറയുമ്പോൾ 2 ആക്സിലേക്കും അല്ലെങ്കിൽ 4 വീലിലേക്കും നമ്മൾ എന്ത് കൊടുക്കും, എഞ്ചിന്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. 4 ലൈവ് ആക്സിൽ ഉണ്ടാവുമോ? 4 ലൈവ് ആക്സിൽ ഉണ്ടാവുമോ? ഇല്ലാലോ. 4 ലൈവ് ആക്സിൽ ഉണ്ടാവുമോ? 4 ടയറിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. 3 ഈ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, ബി ഡിലീറ്റ് ചെയ്യാം. സിമ്പിൾ ചോദ്യമാണ്. 2 ലൈവ് ആക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, 4-wheel ഡ്രൈവ് മെക്കാനിസത്തിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 55ാമത്തെ ചോദ്യം, 55ാമത്തെ ചോദ്യം, ദി ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റം മസ്റ്റ് ഡു ദി ഫോളോയിങ് ജോബ്. നമ്മുടെ വാഹനത്തിന്റെ മുന്നിലെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, സപ്പോർട്ട് ദി വെയിറ്റ് ഓഫ് ദി ഫ്രണ്ട് എൻഡ് ഓഫ് ദി വെഹിക്കിൾ അല്ലെ. നമ്മൾ സസ്പെൻഷൻ വെഹിക്കിളിൽ നമ്മളിപ്പോൾ ആപ്പൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ആ ബോർഡ് ഇതിലേക്ക് വെക്കുമ്പോൾ ആ സ്പ്രിങ് ഒന്ന് താഴ്ന്നു കണ്ടിട്ടുണ്ടോ, ആ ലോഡ് കൊണ്ട് കാരണം. അപ്പൊ ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, കറക്റ്റ് അല്ലേ. കാരണം സപ്പോർട്ട് ദി വെയിറ്റ് ഓഫ് ദി ഫ്രണ്ട് എൻഡ് ഓഫ് ദി വെഹിക്കിൾ ആരാ ചെയ്യുന്നത്, സസ്പെൻഷൻ സിസ്റ്റം എന്തായാലും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, മെയിൻറ്റെയിൻ ദി സ്റ്റിയറിംഗ് കൺട്രോൾ ഡ്യൂരിങ് ദി സെവർ ബ്രേക്കിംഗ് അല്ലെ. സ്റ്റിയറിംഗ് കൺട്രോൾ ആര് ചെയ്യുന്നുണ്ട്, ഡ്യൂരിങ് സെവർ ബ്രേക്കിംഗ് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ. സ്റ്റിയറിന്റെ കൺട്രോളും ആരാണ്, അതായത് ഫ്രണ്ടിലെ ആക്സിൽ ഉണ്ടല്ലോ, ആ ഫ്രണ്ടിൽ സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ സ്റ്റിയറിംഗിന്റെ ആ നെക്കിളൊക്കെ നമ്മൾ എങ്ങോട്ടാ കൊടുക്കുക, അതിലേക്കല്ലേ കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കി നോക്കാം.
causes the pinion and differential ഒരു മിനിറ്റ് causes the pinion and differential carrier to move upward. ഇവിടെ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ആൻസർ ആക്കി എടുക്കാം. പക്ഷെ ഇവിടെ കണ്ടോ ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഈ ഡിഫറൻഷ്യലും അതിന്റെ പിനിയനും അതിന്റെ കാരിയറും ഒക്കെ കുണ്ടിലും ഹമ്പിലൊക്കെ ചാടുമ്പോൾ അതിന്റെ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ് ആരാ ചെയ്യുന്നത്? റിയർ സസ്പെൻഷൻ ആട്ടോ, ഫ്രണ്ട് സസ്പെൻഷൻ അല്ല. അപ്പോൾ ഇതൊരു കൺഫ്യൂഷിംഗ് ആണ്. കാരണം എക്സാമിന്റെ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ആദ്യം വായിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ മനസ്സിൽ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾ ഓഫ് ദി അബോവ് എന്നുള്ള ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ഒക്കെ ചിലപ്പോൾ കറപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുക നിങ്ങൾ, അല്ലെങ്കിൽ ഓപ്ഷൻ 3 നോക്കുക, കോസസ് ദി പിനിയൻ ആൻഡ് ഡിഫറൻഷ്യൽ കാരിയർ ടു മൂവ് അപ്വേർഡ് അല്ലേ. ഹമ്പ് ചാടുമ്പോൾ ഈ പിനിയനെയും നമ്മുടെ ഡിഫറൻഷ്യൽ കാരിയറിനെ അല്ലെങ്കിൽ ഹൗസിങ്ങിനെ കംപ്ലീറ്റ് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? റിയർ സസ്പെൻഷൻ സിസ്റ്റം ആട്ടോ. അത് ഫ്രണ്ട് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്, മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 4 പ്രൊവൈഡ് സ്റ്റിയറിംഗ് കൺട്രോൾ വീൽ അലൈൻമെന്റ് നമ്മൾ പഠിച്ചാലേ ഇത് തന്നെയല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഏകദേശം അവിടെ തന്നെ വരും. നമ്മൾ വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിങ്ങും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഷോക്ക് ഊരുമ്പോഴാണ് നമ്മൾ ഇന്നോവയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വണ്ടിയിലൊക്കെ ആ കാര്യങ്ങൾ ചെയ്യുക. അതെന്തുകൊണ്ടാ? അത് ഈ ഓപ്ഷൻ കാരണം കേട്ടോ. പ്രൊവൈഡ് സ്റ്റിയറിംഗ് കൺട്രോൾ ആൻഡ് വീൽ അലൈൻമെന്റ് ആരാണ്? ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റം ആണ് ചെയ്യുക കേട്ടോ. നമ്മൾ ഷോക്കൊക്കെ ഊരുമ്പോൾ എന്ത് ചെയ്യും, അവർ വീൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യും ആ വണ്ടികളിൽ. ഓക്കെ ആണോ? അപ്പോൾ 3 ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. 1 2 ഓൺലി, 1 2 3 ഓൺലി. ഇതിൽ 3 ഇല്ല. പിന്നെ 1 2 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ഇവിടെ അടിയിലുണ്ട്. ഇത് ഫൈനൽ ആൻസർ കീ ആവുകൊണ്ട് ഓപ്ഷൻ അതിന്റെ അടിയിൽ തന്നെ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ നോക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ 56 മക്ഫേഴ്സൺ സ്ട്രട്ട് കമ്പൈൻസ് ഷോക്ക് അബ്സോർബർ വിത്ത്. എല്ലാവരും ചിത്രമൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മക്ഫേഴ്സൺ സ്ട്രട്ടിന്റെ ഷോക്ക് അബ്സോർബറും പിന്നെ എന്തും കൂടി വരും, സ്പ്രിങ് കൂടി വരും അല്ലെ. സ്പ്രിങ്ങിന്റെ ഉള്ളിലൂടെ എന്ത് വരും? നമ്മുടെ ഷോക്ക് അബ്സോർബർ വരും. ഓക്കെ ആണോ? അതാണ് മക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ സിസ്റ്റം. Question 57 the type of steering gearbox that is most widely used in passenger car. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ പാസഞ്ചർ കാർ. പാസഞ്ചർ കാറിന് ഒരിക്കലും എന്ത് വരില്ല, വല്ലാണ്ട് ലോഡ് വരില്ല അല്ലെ. സ്റ്റിയറിംഗ് സിസ്റ്റത്തിലേക്ക് വല്ലാണ്ട് ലോഡ് വരില്ല. അങ്ങനെ ലോഡ് വരാത്ത മിനി കാറുകളിൽ അല്ലെങ്കിൽ പാസഞ്ചർ കാറുകളിലൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റിയറിംഗ് സിസ്റ്റം ആയിട്ടുള്ള സ്റ്റിയറിംഗ് റേഷ്യോ, അത്യാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റിയറിംഗ് റേഷ്യോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഗിയർ ബോക്സ് ആയിട്ടുള്ള റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ബോക്സ് ആണ് ആൻസർ കേട്ടോ. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റത്തിന് ലോഡ് എടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെവി വെഹിക്കിൾസിലും മീഡിയം ഹെവി വെഹിക്കിൾസിലും എന്തില്ല, ഇയാൾ ഉപയോഗിക്കത്തില്ല. ഇനി ഏറ്റവും നല്ല സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഏതാണ്? റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് ഗിയർ ബോക്സ് ആട്ടോ. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വേമാൻ നെട്ട്, വേമാൻ വീല്, ഇതിന്റെ എല്ലാം ഏറ്റവും ടോപ്പ് നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള സിസ്റ്റമാണ് റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ റാക്ക് ആൻഡ് പിനിയൻ ആണ്, കാരണം അത് ലോഡ് എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് പാസഞ്ചർ കാറിലൊക്കെ എന്ത് ചെയ്താൽ മതി, അത് ഉപയോഗിച്ചാൽ മതി. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഈ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം, പക്ഷെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എന്നുള്ള ആ ഓപ്ഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ അതായിട്ട് എടുക്കാം കേട്ടോ. 58 ഇഫ് ദി ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് വീൽസ് ഈസ് ഇൻസൈഡ് ആൻഡ് ദി റിയർ ഓഫ് ദി ഫ്രണ്ട് വീൽ ഈസ് അപ്പാർട്ട് ഫ്രണ്ട് വെഹിക്കിൾ. നമ്മളിത് നമ്മളെ സ്റ്റിയറിംഗ് ജോമെട്രി എന്നാണ്, ഇത് സ്റ്റിയറിംഗ് ജോമെട്രി എന്നാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ചിത്രം വരച്ചിട്ട് പഠിക്കൂലേ, എന്താണ് ക്യാമ്പർ, എന്താണ് കാസ്റ്റർ, എന്താണ് ടോ ഇൻ, എന്താണ് ടോ ഔട്ട്. അതിൽ ഇഫ് ദി ഫ്രണ്ട് ഓഫ് ദി ഫ്രണ്ട് വീൽസ്, വാഹനങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തെ, അതായത് ഫ്രണ്ട് വീലുകളുടെ മുൻഭാഗം വരച്ച് കാണിച്ചു തരണം ഒരു മിനിറ്റ്. വാഹനത്തിന്റെ ഫ്രണ്ട് ആക്സില് ഫ്രണ്ട് വീലുകളുടെ ഓക്കെ മുൻഭാഗം, ഇതാണ് ഫ്രണ്ട് ഭാഗം. ഓക്കെ ആണോ? ഫ്രണ്ട് ഭാഗം is inside and rear end of this apart. അതായത് ഇങ്ങനെ ഇപ്പൊ നിൽക്കണം, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കി. ഇത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു ആംഗിൾ ഉണ്ടാവുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരക്കുന്ന പോലെ. അതായത് വാഹനങ്ങളുടെ ഫ്രണ്ട് വീലുകളുടെ ഇത് ഫ്രണ്ട് ഭാഗം, ഇത് റിയർ ഭാഗം അല്ലെ. അപ്പോ മുന്നിലേക്ക് ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ടോ ഇൻ എന്ന് വിളിക്കും കേട്ടോ. ഓക്കെ ആണോ? If the front of the front wheels is inside and the rear of the front wheels is apart, അല്ലെ, ഇത് നല്ല ദൂരല്ലേ. And when the vehicle is at rest, it is called toe in എന്ന് വിളിക്കും കേട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് വിളിക്കും, toe out എന്ന് വിളിക്കും. അതായത് ഫ്രണ്ട് വീലുകളുടെ മുൻഭാഗം അകന്നു നിൽക്കുകയും ഫ്രണ്ട് വീലുകളുടെ പിൻഭാഗം അടുത്ത് നിൽക്കുകയും ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, toe out എന്ന് വിളിക്കും കേട്ടോ. ഇതാണ് ഓപ്ഷൻ സി എന്ത് വരും, ഈ വരച്ച ചിത്രം വരും. സിമ്പിൾ ചോദ്യമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി
നെക്സ്റ്റ് ചോദ്യം 59. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ABS? ABS എന്താ? ആന്റി ലോക്ക്. ആ ഒരു പേര് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ആൻസർ കിട്ടും. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ABS? അല്ലേ? നമ്മൾ വിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്താണ് അതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ABS വർക്ക് ചെയ്യുക? അതിന്റെ വർക്കിംഗ് ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ടോർക്ക് ആണോ, ടെമ്പറേച്ചർ ആണോ? ടെമ്പറേച്ചർ അല്ല. ക്യാമ്പർ ആണോ? ക്യാമ്പർ അല്ല. ടോർക്ക് ആണോ, വീൽ സ്പീഡ് ആണോ? ഇതിൽ രണ്ടിൽ നമുക്ക് ഡൗട്ട് അടിക്കും. ആ ടൈമിൽ നമുക്ക് ഡൗട്ട് അടിക്കും. ഓപ്ഷൻ ഏതാണ്? വീലിന്റെ സ്പീഡിനാട്ടോ. ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. വീൽ സ്പീഡ് ABSന്റെ ഫംഗ്ഷനിങ്ങിന് റിക്വയർഡ് ആണ്. 60. വെൻ ഡ്രൈവർ ബ്രേക്സ്, the equivalent braking force that act as a reaction force at the center of gravity B of the vehicle as a whole is the product of. When the driver brakes, the equivalent braking force that act as a reaction force at the center of ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ ആണ് ചോദിച്ചത്. പിന്നെ ബ്രേക്സ് ഇവിടെ ഈ ബി വന്നുകൊണ്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ചവിട്ട് നമുക്ക് എന്തായിട്ട് വരും? ഒരു ബ്രേക്കിംഗ് ഫോഴ്സ് ആയിട്ട് വരില്ലേ? അത് എന്തിനൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് അറിയാല്ലേ? നമ്മളെ ചെറിയൊരു സ്പോർട്സ് വെഹിക്കിൾ ആണ്, ഒരു വലിയൊരു ലോറിയാണ്. അപ്പൊ തന്നെ നമുക്കറിയാല്ലേ നമ്മളെ ഫ്രിക്ഷൻ, ഡ്രം അല്ലെങ്കിൽ ഡിസ്കിനൊക്കെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സിന്റെയും അതിന്റെ കോഎഫിഷ്യന്റിന്റെയും പിന്നെ നമ്മളെ വെയിറ്റ് ഫോഴ്സിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ നമുക്ക് എഫക്റ്റ് ആയിട്ട് വരിക. ഞാൻ അതിന്റെ ഫോർമുല നോക്കി ഇങ്ങനെ ബോർഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബൈക്കിന്റെ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ABS വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ABS നമ്മൾ പഠിക്കണം. ABS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ക്ലാസ് എന്തായാലും വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് ഫോഴ്സ്, ഫസ്റ്റ് ഓപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ടൈംസ് ദി വിത്ത് ആക്സിലറേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്തായാലും ഉണ്ട്, അതെല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ഡ്രം ആണ് ഡിസ്ക് ആണെങ്കിലും അവിടെ ബ്രേക്ക് വരുന്നത് ആ ഹീറ്റിംഗ് എഫക്ട് കാരണമായിട്ടാണ്, ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാരണമായിട്ടുള്ള ഹീറ്റിംഗ് എഫക്ട് കാരണമായിട്ടാണ്. ഇൻറ്റു അതായത് മ്യൂ ഇൻറ്റു എന്താ വരിക? ആക്സിലറേഷൻ ഒരിക്കലും വരത്തില്ല. എൻജിൻ പവർ, എൻജിൻ ടോർക്ക്. ഈ ഓപ്ഷൻസ് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഈ ഓപ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെ? വെയിറ്റ്, വാഹനത്തിന്റെ വെയിറ്റും കൂടി എന്ത് വരും? ബ്രേക്കിങ്ങിൽ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡ്രൈവ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇക്വലന്റ് ബ്രേക്കിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യണ കേട്ടോ. ഈ വെയിറ്റ് വരുന്നുണ്ട്, അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്നതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും വരും, അതുപോലെ തന്നെ വാഹനത്തിന്റെ വെയിറ്റും വരും കേട്ടോ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു വെയിറ്റ് ആണ് വരിക, ഇൻറ്റു W ആണ് വരിക, വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ആണ് വരിക. ക്വസ്റ്റ്യൻ 61. ഇൻ എ മാസ്റ്റർ സിലിണ്ടർ ഓഫ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ദി പ്രൈമറി പിസ്റ്റൺ ഈസ് ദി പിസ്റ്റൺ ദാറ്റ് ഈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചിത്രം നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മള് പിസ്റ്റൺ വെച്ചിട്ട് മുകളിലാണ് തോന്നുന്നു. നമുക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് അടുത്ത ഒരാഴ്ച കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇൻ എ മാസ്റ്റർ സിലിണ്ടറിൽ പ്രൈമറി പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ? നമ്മളെ പുഷ് റോഡ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി പിസ്റ്റൺ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ 62. എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഹാസ് ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റർ ഓഫ് 300 mm and 200 mm respectively. The total force acting on the friction surface is ഫോഴ്സ് തന്നിട്ടുണ്ട് ആൻഡ് ദി കോഎഫിഷ്യന്റ് മ്യൂ തന്നിട്ടുണ്ട്. ദി പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദി ക്ലച്ച് അറ്റ് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് 300 റേഡിയസ് പെർ സെക്കൻഡ്. 4. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്ടില്ലേ? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നമ്മുടെ കേരള PSCയുടെ ഫൈനൽ ആൻസർക്ക് ഇത് തന്നെയാണിത്. ക്വസ്റ്റ്യൻ 63. ഇൻ എ ഫ്രിക്ഷൻ ക്ലച്ച് അസംബ്ലി ദി ഫ്ലൈ വീൽ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. സിമ്പിൾ ചോദ്യമാണല്ലോ, അതായത് സിമ്പിൾ ചോദ്യമാണ്. അതായത് നമ്മൾ ഫ്ലൈ വീൽ എവിടെയാണ് ഉണ്ടാവുക? ഫ്ലൈ വീല് ഡ്രിവൺ ഷാഫ്റ്റിന്റെയും ട്രാൻസ്മിഷന്റെ ഇടയിലാണോ, അതോ ട്രാൻസ്മിഷന്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റ്? ഇതൊക്കെ നമുക്ക് അപ്പൊ തന്നെ ഒഴിവാക്കി കളയാം അല്ലെ? ട്രാൻസ്മിഷന്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ഇടയിൽ ഇത് വരുമോ? ഫ്ലൈ വീൽ വരുമോ? ഇല്ലാലോ. ഡ്രൈവൺ ആൻഡ് ഡ്രൈവർ ഷാഫ്റ്റിന്റെ ആണോ, അതോ എൻജിൻ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റിന്റെ ആണോ? ഇതില് അത് നമ്മുടെ ഫ്രിക്ഷൻ ക്ലച്ച് അസംബ്ലിയിൽ
നമ്മളെ ഫ്ലൈ വീൽ എവിടെ വരിക, അതായത് എഞ്ചിൻ ഇവിടെ ഉണ്ടാവും അല്ലേ, എഞ്ചിന് തൊട്ട് എന്തുണ്ടാവും, ഫ്ലൈ വീൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്ലൈ വീലിന്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ടാവും, നമ്മുടെ പ്ലേറ്റുകൾ ഉണ്ടാവില്ലേ, ക്ലച്ച് പ്ലേറ്റുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഡ്രിവണും ഡ്രൈവറും നമുക്കറിയാം അല്ലേ, കറങ്ങുന്നതും കറങ്ങുന്നതും കറക്കുന്നതും ഓക്കെയാണോ. അപ്പോൾ ഡ്രിവൺ ഷാഫ്റ്റ് ആൻഡ് ട്രാൻസ്മിഷൻ, അത് നമുക്ക് എൻജിൻ ഇവിടെ വരും, ഫ്ലൈ വീൽ ഇവിടെ വരും, ക്ലച്ച് ഇവിടെ വരും, ഗിയർ ബോക്സ് ഇവിടെ വരും. ഈ ട്രാൻസ്മിഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത്, ഗിയർ ബോക്സ്. ഓക്കെ ആണോ. അപ്പൊ ഡ്രിവൺ ഷാഫ്റ്റ്, അതായത് എഞ്ചിന്റെ ഡ്രിവൺ ഷാഫ്റ്റ് ഇവിടെ വന്നു, അത് ഓക്കെയാണ്. അതിന് ട്രാൻസ്മിഷൻ കണ്ടോ ഇവിടെയാണ്, അതിന്റെ ഇടയിൽ രണ്ടാളുണ്ട്, അപ്പൊ അതല്ല ആൻസർ. ഇനി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത് ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് പൊപ്പല ഷാഫ്റ്റ് അത് ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷെ ഫ്ലൈ വീൽ എവിടെ കിടക്കുന്നത് നോക്കി നോക്കൂ നിങ്ങള്, ഫ്ലൈ വീല് കിടക്കുന്നത് കണ്ടില്ലേ, ഇവിടെയാണ്. അപ്പൊ ഈ ആൻസറും തെറ്റാണ്. ഇനി ഡ്രിവൺ ആൻഡ് ഡ്രൈവർ ഷാഫ്റ്റ്, അതെ എഞ്ചിന്റെ ഡ്രിവൺ ഷാഫ്റ്റും ക്ലച്ചിന്റെ ഡ്രൈവൺ ഷാഫ്റ്റും, അത് ആൻസർ ശരിയാണ്. ഇനി എഞ്ചിൻ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്, എഞ്ചിൻ ഇവിടെ ഉണ്ട്, ഡ്രിവൺ ഷാഫ്റ്റ് നമ്മുടെ എഞ്ചിന് വരുന്ന ഷാഫ്റ്റിനാണ് അല്ലെ, എഞ്ചിന്റെ ഷാഫ്റ്റ് ഇവിടെ ഉണ്ട് അല്ലേ, ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഫ്ലൈ വീൽ എവിടെ വരിക, എഞ്ചിന്റെ ഡ്രിവൺ ഷാഫ്റ്റിന്റെയും ക്ലച്ചിന്റെ ഡ്രൈവർ ഷാഫ്റ്റിന്റെ ഇടയിലാണ് എന്ത് വരിക, ഫ്ലൈ വീൽ വരിക കേട്ടോ. ഇനി 64, ഇന്ന ഗിയർ സെറ്റ് സ്പീഡ് ഇന്ന ഗിയർ സെറ്റ്, ഗിയറില് ഇന്ന ഗിയർ സെറ്റ് സ്പീഡ് റിഡക്ഷൻ മീൻസ് ടോർക്ക് ഇൻക്രീസ്. എന്താണ്, ശരിയാണ് അല്ലേ, ശരിയാണ്. കാരണം സ്പീഡ് കുറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോർക്ക് നല്ലോണം കൂടും അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ്ക്കൊക്കെ ഇടുക, സെക്കൻഡ്ക്കൊക്കെ ഇടുക. ഇനി ടോർക്ക് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് സ്പീഡ് റിഡക്ഷൻ, അതെ രണ്ടും ശരിയാണ്. അപ്പോൾ 1 ഓൺലി 2 ഓൺലി ബോത്ത് 1 ആൻഡ് 2 ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ടേ. ഇനി 65, ഇൻ എ പ്ലാനറ്ററി ഗിയർ സെറ്റ് ദി ഫോളോയിങ് കണ്ടീഷൻ ഫോർവേഡ് റിവേഴ്സ് ഗിയർ. ഈ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ടുണ്ട് അല്ലേ, കള്ളി വരച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എടുത്തു തരാം. ഇതിൽ റിവേഴ്സ് ഗിയർ പ്രൊവൈഡ് ചെയ്താ സൺ ഗിയർ ഈസ് ടേൺഡ്, റിംഗ് ഗിയർ ഈസ് ഡ്രിവൺ ആൻഡ് പ്ലാനറ്റ് കാരിയർ ഈസ് ഹെൽഡ് സ്റ്റേഷനറി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഒരുപാട് കിട്ടുക. ഇനി അടുത്തത്, the difference in the driving angle as the rear axle move up and down is taken care by the propeller shaft that has one or more. The difference in the driving angle as the rear axle move up and down is taken care by propeller shaft that has one or more. നമുക്കറിയാലേ, എഞ്ചിൻ ഇവിടെ ഉണ്ട്, നമ്മളെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒക്കെ എന്തായാലും അടിയിലായിരിക്കും അല്ലേ. അത് കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത്, ഇങ്ങനെ അല്ലെ, യൂണിവേഴ്സൽ ജോയിന്റ് കൊടുക്കൂല നമ്മള്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 67, the hole in the rim for accommodating the valve for the inflation of the tire is called. നമുക്ക് എല്ലാവർക്കും അറിയില്ല, വാൽവ് അപ്പേച്ചർ എന്നാണ്. നമ്മൾ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാവും അല്ലെ, ആ റിമ്മിൽ നമ്മൾ ഒരു ഹോൾ ഇടും അല്ലെ, റിമ്മിൽ നമ്മൾ ഹോൾ ഇടും, അതിലൂടെ നമ്മൾ ഷട്ടർ വാൽവ് ഇൻസേർട്ട് ചെയ്യും. വാൽവ് അല്ല, വാൽവ് ഫ്ലാഞ്ച് അല്ല, വാൽവ് അല്ല, വാൽവ് അപ്പേച്ചർ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 68, വെൻ അണ്ടർ ഇൻഫ്ലേറ്റഡ്, അതായത് ടയറിൽ കാറ്റ് കുറവാകുമ്പോൾ ദി ടയർ വിൽ വിയർ ദി ത്രെഡ് മോസ്റ്റ്. വളരെ സിമ്പിൾ അല്ലേ, എന്താണ്, എഡ്ജിലാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ നമുക്ക് ടയർ ചമ്പു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ കാറ്റില്ലാതെ ആകുമ്പോൾ. ഓവർ കാറ്റാകുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നടുഭാഗം കൊയിഞ്ഞ് നടുഭാഗത്താകും കൂടുതൽ ഇട്ടാ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 69, യൂട്ടിലൈസേഷൻ ഓഫ് ഗ്യാസസ് ഫ്യൂൽ ഇൻ ഐസി എഞ്ചിൻ. യൂട്ടിലൈസേഷൻ ഓഫ് ഗ്യാസസ് ഫ്യൂൽ ഇൻ ഐസി എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസസ് ഫ്യൂൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് കമ്പസ്റ്റൻ. അതെ, നമുക്ക് സയന്റിഫിക് ലോ അനുസരിച്ചിട്ട് ഒരു സബ്സ്റ്റൻസിന്റെ സർഫസ് ഏരിയ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം കെമിക്കൽ റിയാക്ഷൻ എന്താവും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഇവിടെ ബോത്ത് 1 and 3 എന്നല്ലേ, അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അങ്ങനെ നോക്കാം കേട്ടോ. എൻഹാൻസ് ദി സ്മോക്ക് ലെവൽ അതവിടെ നിൽക്കട്ടെ. റെഡ്യൂസ് ദി സ്മോക്ക് എമിഷൻ, അത് സ്മോക്ക് ലെവൽ എൻഹാൻസ് ചെയ്യാന്ന് പറയില്ല, അത് കുറയുകയാണ് ചെയ്യുക. അതായത് എത്രത്തോളം സർഫസ് ഏരിയ കൂടുന്നു അത്രത്തോളം അവരെന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, നല്ല കമ്പസ്റ്റൻ അവിടെ ഉണ്ടാവും. അപ്പൊ സ്മോക്ക് ലെവൽ അല്ലെങ്കിൽ എമിഷൻ എന്താ ചെയ്യുക, കുറയുക ചെയ്യുക കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ.
ഇവിടെ 1, 2, 3, 4 എന്നാണ് വേണ്ടേ. ഇനി ക്വസ്റ്റ്യൻ 70 എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി. ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിക്ക് വേണ്ട മെയിൻ ഘടകം എന്താണെന്ന ഹൈ എനർജി ആൻഡ് പവർ ഡെൻസിറ്റി, ലോ സൈക്കിൾ ലൈഫ് പറ്റില്ല, പുവർ റിലയബിലിറ്റി ഇതും പറ്റത്തില്ല, ഈസിലി നോട്ട് അക്സെപ്റ്റബിൾ ഫ്രം എൻവയോൺമെന്റ് പോയിന്റ്. ഓപ്ഷൻ എ ആട്ടോ, ഹൈ എനർജി ആൻഡ് പവർ ഡെൻസിറ്റി. ഇനി 71 ഇൻ എസ് ഐ എഞ്ചിൻ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ പ്രീ ഇഗ്നിഷൻ മീൻസ് ഇഗ്നിഷൻ ഓഫ് ഫ്യൂൽ. ആ പേര് തന്നെ ഉണ്ടല്ലേ, പ്രീ ഇഗ്നിഷൻ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പി എസ് ഇതിനനുസരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദി ഇഗ്നിഷൻ അതല്ല, ഇനി ബിഫോർ ദി, അതെ ഓപ്ഷൻ ബി ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓൾ ഓഫ് ദി അബവ് വരില്ല, ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി കമ്പസ്റ്റർ. 72 ഇൻ എസ് ഐ എഞ്ചിൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് നോർമൽ കമ്പസ്റ്റൻ. അതായത് നോർമലായിട്ട് കത്തുന്നതിൽ അതിനനുബന്ധിച്ച് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ. ഓപ്ഷൻ നോക്കി നോക്കാം. സ്ട്രോങ് പ്രഷർ പൾസേഷൻ ആർ നോട്ട് ഒബ്സർവ്ഡ് ഇൻ എസ് ഐ എഞ്ചിൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് നോർമൽ കമ്പസ്റ്റൻ. നോർമൽ കമ്പസ്റ്റൻ ആണെങ്കിൽ എന്താണ്, നമ്മള് വൈബ്രേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വൈബ്രേഷൻ ഇല്ലാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് പ്രഷർ പൾസേഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. സ്പാർക്ക് ഈസ് ഗിവൺ ബൈ ബിഫോർ ടി ഡി സി. നമുക്ക് വാൽവ് ടൈമിംഗ് ഡയഗ്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് നമ്മൾ ശരിയാണ്, ഈ ആൻസർ ശരിയാ. ടി ഡി സിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്പാർക്ക് നൽകും. ഇൻ ദി ഇഗ്നിഷൻ ലാഗ് ഫേസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ന്യൂക്ലിയസ് ഫ്ലെയിം ഈസ് ഫോംഡ്. ഇൻ ദി ഇഗ്നിഷൻ ലാഗ് അത് കത്താൻ തുടങ്ങുമ്പോൾ ആ ലാഗ് ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ കത്തണതിന്റെ ഒരു 3-4 ഫേസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ഇഗ്നിഷൻ ലാഗ്, അങ്ങനെ ഒരു 4 ഫേസ് ഉണ്ട്. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല, നോക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ പെൻഡിങ്ങിലൊക്കെ ആട്ടെ. അറ്റ് ദി കംപ്ലീഷൻ ഓഫ് ദി ആഫ്റ്റർ ബേണിംഗ്, അതെ ഇങ്ങനത്തെ 4 ഫേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ബേണിംഗ് ഫേസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഫേസ് സിലിണ്ടർ പ്രഷർ റീച്ചസ് ഇസ് മാക്സിമം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് നോക്കണം. 73 അബൌട്ട് ഡീസൽ നോക്ക് ഇൻ സി ഐ എഞ്ചിൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ്. ഇവിടെ ഈ ഡീസൽ നോക്കിലും എസ് ഐയുടെ മറ്റേ ഫ്ലെയിം ഇഗ്നിഷൻ അങ്ങനത്തെ അതൊന്നും പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതില് ഡീസൽ നോക്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാട്ടോ, ഇൻകറക്റ്റ് എന്നാണ്. ഇത് മാർക്ക് ചെയ്തത്. ഡീസൽ നോക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രഷർ പൾസേഷൻ. അതെ, ഡീസൽ നോക്ക് ഈസ് ഒക്കേഴ്സ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കമ്പസ്റ്റൻ. മറ്റേതാണല്ലോ, പെട്രോൾ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ചാൻസസ് ഓഫ് ഡീസൽ നോക്ക് ഡിഗ്രീസസ് ആസ് ദി ഇഗ്നിഷൻ. ഇവിടെ ഇത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലാർജർ ഇഗ്നിഷൻ ഡിലേ റിസൾട്ട് ഇൻ മോർ അൺബേൺഡ് ഫ്യൂൽ അറ്റ് സ്റ്റാർട്ട് ഓഫ് ദി കമ്പസ്റ്റൻ. നമ്മൾ ഇഗ്നിഷൻ ഡിലേ, അതുപോലെ തന്നെ സ്പാർക്കിലെ നോക്കിങ്, അതെല്ലാം അതിന്റെ ആ കമ്പസ്റ്റൻ ഉണ്ടല്ലോ, അതായത് ഏത് ഫ്യൂവലിനെ അനുബന്ധിച്ചാണ് അതിന്റെ വാല്യൂ പറയാന്നൊക്കെ നമ്മൾ അതെല്ലാം പഠിക്കണം കേട്ടോ. എൻഹെപ്റ്റൈൻ, ആൽഫ മീഥൈൻ, നാഫ്തലീൻ നൽകുന്നത് ആ കേസുകളൊക്കെ പഠിക്കണം. അതൊന്നാണ് പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരിക. 74 ഫേസ് ഓഫ് കമ്പസ്റ്റൻ ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് മാക്സിമം സിലിണ്ടർ പ്രഷർ ആൻഡ് end at the point of maximum cylinder temperature in CI engine combustion is known as phase of combustion. നമ്മൾ ആ 4 ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് മാക്സിമം സിലിണ്ടർ പ്രഷർ. എപ്പോഴാണ് തുടങ്ങുന്നത്, നമ്മൾ സിലിണ്ടറിൽ മാക്സിമം പ്രഷർ ഉണ്ടാവുക. ആൻഡ് എൻഡ് എപ്പോഴാണ് അവസാനിക്കുക, അറ്റ് ദി പോയിന്റ് ഓഫ് മാക്സിമം സിലിണ്ടർ ടെമ്പറേച്ചർ ഇൻ CI എഞ്ചിൻ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണ്, പീരീഡ് ഓഫ് കൺട്രോൾഡ് കമ്പസ്റ്റൻ ആണോ, ഇഗ്നിഷൻ ഡിലേ ആണോ? ഇഗ്നിഷൻ ഡിലേ അല്ല അല്ലെ. ഇഗ്നിഷൻ ഡിലേ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ടെമ്പറേച്ചർ ഒന്നും തുടങ്ങുന്നത് ഉണ്ടാവില്ല. പീരീഡ് ഓഫ് റാപ്പിഡ് കമ്പസ്റ്റൻ ആണെങ്കിലോ, പീരീഡ് ഓഫ് ആഫ്റ്റർ ബേണിംഗ് ഇല്ല. എയും സിയും നമുക്ക് കൺഫ്യൂഷൻ ആവും. പീരീഡ് ഓഫ് കൺട്രോൾഡ് കമ്പസ്റ്റൻ നമ്മൾ ആ സ്പേസുകൾ ഒന്ന് പഠിക്കണം കേട്ടോ. ഇതിൽ ആൻസർ എ ആണ്. പീരീഡ് ഓഫ് കൺട്രോൾഡ് കമ്പസ്റ്റനിലാണ് നമ്മളെ എപ്പോഴാണ് കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കൺട്രോൾഡ് കമ്പസ്റ്റൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിലിണ്ടറിൽ മാക്സിമം പ്രഷർ ഉണ്ടാകുമ്പോഴാണ് തുടങ്ങുക. എപ്പോഴാണ് അവസാനിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിൽ മാക്സിമം ടെമ്പറേച്ചർ ആകുമ്പോഴാണ് അവസാനിക്കുക. 75 വിച്ച് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് സൂപ്പർ ചാർജിങ്. സൂപ്പർ ചാർജിങ്ങിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. മീൻ ഇഫക്റ്റീവ് പ്രഷർ ഇൻക്രീസസ്, ലിമിറ്റേഷൻ ആയി കൂട്ടാൻ പറ്റില്ല. എഞ്ചിൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ഫോർ ദി സെയിം, ഇതും ലിമിറ്റേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഇതെല്ലാം ഗുണങ്ങളാണ്. ഇൻടേക്ക് എയർ ഡെൻസിറ്റി ഇൻക്രീസ്, ഇതൊന്നും ലിമിറ്റേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി എന്താണ്, മെക്കാനിക്കൽ ലോഡ് ഓൺ ദി എഞ്ചിൻ കമ്പൗണ്ട് ഇൻക്രീസസ്. അപ്പൊ നമ്മൾ പഴയ വെഹിക്കിളിലൊക്കെ നമ്മൾ സൂപ്പർ ചാർജർ ഇൻക്ലൂഡഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലോക്കും അതുപോലെ സിലിണ്ടർ ഹെഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനെ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം അത്രയും ബൂസ്റ്റ് ആയിട്ടാണ് എയറിലേക്ക് ചെല്ലുക, എയർ ഫ്യൂൽ കേട്ടോ.
ക്വസ്റ്റ്യൻ 76 വിച്ച് ഈസ് ദി ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് എ റെഫ്രിജറൻറ്റ് ടു ബി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓട്ടോമൊബൈൽ എ സിയിൽ റെഫ്രിജറൻറ്റിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ്. ഡിസൈറബിൾ പ്രോപ്പർട്ടി വേണ്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെ? ഹൈ ഫ്രീസിംഗ് പോയിന്റ് ടെമ്പറേച്ചർ, ലോ വാല്യൂ ഓഫ് COP അത് പറ്റില്ല. ഹൈ വാല്യൂ ഓഫ് COP ആണ് വേണ്ടത്. ലോ ബോയിലിംഗ് ടെമ്പറേച്ചർ വേണം. അതെ, ലോ ലാറ്റന്റ് ഹൈ ലാറ്റ്, അതായത് നമ്മളെ RACയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ COP നല്ലോണം കൂടണം. അതുപോലെ തന്നെ ലോ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചെറിയ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഈ റെഫ്രിജറന്റ് എന്ത് ചെയ്യണം, തിളച്ചിട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയിട്ട് പിന്നെയും കംപ്രസ് ചെയ്യണം അല്ലെ. ഇവിടെ നമ്മൾ വരിക, കംപ്രസർ വരും, ഇവാപ്പറേറ്റർ വരും, ഇവിടെ കണ്ടൻസർ വരും, പിന്നെ എക്സ്പാൻഷൻ ഡിവൈസ് വരും അല്ലെ. അപ്പോൾ ഇതിന്ന് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഹീറ്റ് എടുത്തിട്ട് ഈ റെഫ്രിജറന്റ് തിളക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ചാലേ നമുക്ക് ആ ഫേസ് ഇങ്ങനെ കണ്ടിന്യൂ ആവുള്ളേ കേട്ടോ. അപ്പോൾ ഇത് സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 77 മാച്ച് ദി ഫോളോയിങ്: ഹീറ്റ് എഞ്ചിൻ, ഫ്രിക്ഷൻ ലോസ്, റെഫ്രിജറേറ്റർ, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇന്റേണൽ എനർജി ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്, റിവേഴ്സിബിലിറ്റി, പോയിന്റ് ഫംഗ്ഷൻ. ഇതില് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വർക്ക് ചെയ്യണത് ഏതിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹീറ്റ് എഞ്ചിൻ ഫ്രിക്ഷൻ ലോസ് ഫസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ഓപ്ഷൻ നോക്കി നോക്കാം. ഫ്രിക്ഷൻ ലോസ് അത് എവിടെ ഉണ്ടാവുക? ഫ്രിക്ഷൻ ലോസ് എവിടെ ഉണ്ടാവുക അത് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കിട്ടും, പോയിന്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും, അതൊന്നും കിട്ടും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. എന്താണ് പോയിന്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഈ പോയിന്റ് ഫംഗ്ഷൻ ആണോ ഒന്നുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാരണം എന്താ, അതിലെന്താ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഇതല്ലേ ഉള്ളൂ, ഇത് മാത്രമല്ലേ ഉള്ളൂ പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. ഇന്റേണൽ എനർജി എന്ന് അവിടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ളൂ. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പോയിന്റ് ഫംഗ്ഷനാണ്. 3D ഇത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക്, അതായത് നിങ്ങൾക്ക് പാത്ത് ഫംഗ്ഷൻ പഠിച്ചില്ലേ, പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളത്. അതുപോലെ പോയിന്റ് ഫംഗ്ഷൻ ആ പോയിന്റിനെ അനുബന്ധിച്ചിട്ട് പറയാന്ന് പഠിച്ചില്ലേ. ഇന്റേണൽ എനർജി ഒരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അത് ഞാൻ മെക്കാനിക്കൽ ആയതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് തോന്നിയതാണ്. പക്ഷെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഓപ്ഷൻ ബി ആയി നമ്മൾ ആൻസർ എടുത്തിട്ടുണ്ട്. 1B, അതായത് ഹീറ്റ് എഞ്ചിൻ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് മുഖേനയാണ് വർക്ക് ചെയ്യുന്നത്. റെഫ്രിജറേറ്റർ സിമ്പിൾ ആണ്. റെഫ്രിജറേറ്റർ എന്താ, ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റേണൽ എനർജി പോയിന്റ് ഫംഗ്ഷൻ. റിവേഴ്സിബിലിറ്റി ആണ് ഫ്രിക്ഷൻ ലോസ്. റിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ ലോസ്. 4A ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹീറ്റ് എഞ്ചിൻ ചിലർക്ക് അറിയുണ്ടാവും കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയുണ്ടാവും. അതായത് നമുക്കറിയാം അല്ലെ, ഒരു കൂടിയ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, 0ത്തിലോ ഫസ്റ്റിലോ സെക്കൻഡിലോ, അതിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റൊരു സ്റ്റേറ്റ്മെന്റും ഇല്ല. അതിൽ നമുക്ക് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, വർക്കൊന്നും കൂടാതെ നമുക്ക് ഹീറ്റ് ഒഴുകും. പക്ഷെ നേരെ തിരിച്ച് തണുത്ത സ്ഥലത്തു നിന്നും കൂടിയ സ്ഥലത്തേക്ക് ഹീറ്റ് ഒഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ ആലോചിച്ചാൽ മതി. പക്ഷേ ആ എക്സാമിന്റെ ടൈമിൽ നമുക്ക് എന്തില്ല, അതൊന്നും മനസ്സിൽ വരില്ല. ക്വസ്റ്റ്യൻ 78: എ ക്ലോസ്ഡ് സിസ്റ്റം റിസീവ്ഡ് ഹീറ്റ്. ഇതൊരു പ്രോബ്ലം ആണ്, നമുക്കിത് പിന്നെ ചെയ്യാം. ഇതും പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്യാം. ഇഫ് ദി കംപ്രഷൻ റേഷ്യോ ഈസ് സെയിം ദെൻ, അതായത് കംപ്രഷൻ റേഷ്യോ സെയിം ആണെങ്കിൽ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. കംപ്രഷൻ റേഷ്യോ സെയിം ആണ്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ തരികയാണെങ്കിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്, ആദ്യം ഓട്ടോ സൈക്കിള്, പിന്നെ നമ്മൾ ഡ്യുവൽ സൈക്കിള്, പിന്നെ ഡീസൽ സൈക്കിള്. ഓക്കെ ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. എപ്പോഴും റിപ്പീറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. 81. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. നമുക്ക് ഇതില് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പറഞ്ഞ ഒരു എക്സാമിന് നടത്തിയ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമുക്ക് നോക്കി നോക്കാം. ഇതിൽ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻ ആണ്, ബാക്കി നമ്മുടെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ 51ാമത്തെ ചോദ്യം, ഇതിൽ 50 വരെ എന്താണ് നമ്മുടെ കോമൺ ആണ് കേട്ടോ, കോമൺ PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 51 നമുക്ക് നോക്കി നോക്കാം. സ്പേസ് ഡാഷ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക് സ്വന്തമായോ അല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ, സാധനങ്ങൾ പെട്ടെന്ന് കയറ്റാനോ ഇറക്കാനോ വാഹനം നിർത്തുന്നു എന്നതാണ്. പാർക്കിംഗ്, സ്റ്റോപ്പിംഗ്, താൽക്കാലിക പാർക്കിംഗ്, താൽക്കാലിക സ്റ്റോപ്പിംഗ്. അത് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അല്ലെ. അതായത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. പാർക്കിംഗ് പറഞ്ഞാൽ എന്താ, വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്യാണ്, അതായത് കുറച്ച് നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി നമ്മൾ തൊടത്തില്ല. അപ്പൊ പാർക്കിംഗ് അല്ല ആൻസർ. താൽക്കാലിക പാർക്കിംഗും ആവില്ല അല്ലെ. പാർക്കിംഗ് എന്നും സ്റ്റോപ്പിംഗ് എന്നും നമ്മൾ പറയത്തുള്ളൂ അല്ലെ. അപ്പോൾ സ്റ്റോപ്പിംഗ് എന്ന് ആലോചിച്ചു. സ്റ്റോപ്പിംഗ് നിർത്തുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക്
സ്വന്തമായോ അല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റാൻ ഇറക്കാനോ സാധനങ്ങൾ പെട്ടെന്ന് കയറ്റാൻ ഇറക്കാനോ അതെ, സ്റ്റോപ്പിംഗ് ആണ് ട്ടോ ആൻസർ. ആൻസർ കീ പ്രകാരം സ്റ്റോപ്പിംഗ് ആണ് ആൻസർ. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി പിന്നെ കുറച്ച് നേരത്തേക്ക് എടുക്കത്തില്ല. ഇനി 52ാമത്തെ ചോദ്യം, ഒരു മോട്ടോർ വാഹനം ഡാഷിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. എന്തായിരിക്കും? കാരേജ് വേ ഉണ്ട്, റോഡ് മാർജിൻ ഉണ്ട്, റോഡ് ഷോൾഡർ ഉണ്ട്, ട്രാഫിക് ഉണ്ട്. വളരെ നല്ലൊരു ചോദ്യം കേട്ടോ. നമ്മുടെ റോഡ് ജോമെട്രി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം. എന്താണ് കാരേജ് വേയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മോട്ടോർ വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കേണ്ടത്. ഇനി 53, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലും വെക്കുകയും ചെയ്യാവുന്ന കുറ്റം. അല്ലെങ്കിൽ ഈ 4 കുറ്റങ്ങളിൽ ഏതാണ് ഇയാള് വാഹനം സീസ് ചെയ്തിട്ട് തടങ്കൽ വെക്കുന്ന സീസ് ചെയ്യാനുള്ള അത്രയും ഗൗരവമുള്ള കുറ്റം ഏതാണെന്ന് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പൊ 53, ലൈസൻസ് ഇല്ലാതെയോ പ്രായപൂർത്തി അതെ എന്തായാലും സീസ് ചെയ്യാം. വാഹനം അപ്പൊ ഓപ്ഷൻ എ ആണ് എഴുതിയിട്ട് അപ്പൊ തന്നെ കറപ്പിക്കരുത്, എല്ലാം വായിച്ചു നോക്കുക. വാഹനം രജിസ്റ്റർ ചെയ്യാതെ അതെ പെർമിറ്റ് ഇല്ലാതെ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഒരിക്കലും ആൻസർ ചെയ്യരുത്, എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാം എന്നുള്ള ഇതുണ്ട്. പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് കസ്റ്റഡിയിൽ എടുക്കാം, സീസ് ചെയ്യാം. നമുക്കല്ല, പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ MVIമാർക്കോ ഒക്കെ എടുക്കാം കേട്ടോ. 54, ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് 54ാമത്തെ ചോദ്യം നോക്കാം. ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 54, ഇനി 54ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഈ കുറ്റം ചെയ്താൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറ്റങ്ങൾ നോക്കി നോക്കാം. യാത്രക്കാർക്ക് നേരെയുള്ള ആക്രമണം, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് സീസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ അയോഗ്യത കാക്കാം. ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫൈൻ എന്നൊക്കെ പഠിച്ചില്ലേ, രണ്ടാമത് മൂന്നാമതൊക്കെ നമ്മൾ ലൈസൻസ് ഒക്കെ ഇതാക്കുന്ന ആ ഒരു ടേബിൾ നമ്മൾ പഠിച്ചില്ലേ. പിന്നെ മൂന്നാമത്, അധികാരമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സിഗ്നൽ നൽകിയിട്ട് വാഹനം നിർത്താതിരുന്നാൽ എല്ലാം എന്താണ്, ലൈസൻസ് സീസ് ചെയ്യാനുള്ള കുറ്റങ്ങളാണ് കേട്ടോ. ഇനി 55, ചുവന്ന ബോർഡിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് പറയുന്ന പേര്. ചുവന്ന ബോർഡിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് പറയുന്ന പേരാണ്. കോഷനറി ആണോ, ഇൻഫർമേറ്ററി ആണോ, മാൻഡറ്ററി ആണോ, സൗകര്യങ്ങളെ സംബന്ധിച്ച ചിഹ്നങ്ങളാണ്. 55 ഡി എന്തായാലും എല്ലാം നമുക്കറിയാം അല്ലെ. ചുവന്ന ബോർഡിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് നമ്മൾ എന്താ വിളിക്കുക, മാൻഡറ്ററി സയൻസ് എന്നല്ല വിളിക്കുക. 55 സി ആണ് ആൻസർ. ഇനി 56, താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ലിപ്പറി റോഡ്, ക്രോസ് റോഡ്, ഇളക്കമുള്ള മണ്ണ്, വീഴുന്ന പാറകൾ. ഫാളി റോക്സിന്റെ ഒക്കെ ചിത്രം നമ്മൾ പഠിച്ചാലേ, ഫാളി റോക്സ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാളി റോക്സ് അല്ല, ക്രോസ് റോഡ് ആണോ? അത് നമ്മൾ പ്ലസ് ഇട്ടിട്ട് അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ, അതുമല്ല. സ്ലിപ്പറി റോഡ് ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാട്ടുക, ഒരു ഒരു ഇതിങ്ങനെ ഇങ്ങനെയല്ല നമ്മൾ കാണിക്കാറ് വാഹനം പോകുമ്പോൾ. ഇതെന്താ, ഇളക്കമുള്ള ലൂസ് ഗ്രാവൽ ആണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള എന്ത് ചെയ്യാം, ചിഹ്നങ്ങളൊന്ന് പഠിച്ചു വെക്കുക തന്നെ ചെയ്യാം കേട്ടോ. ഇനി 57ാം ചോദ്യം, എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരേജ് വേയിൽ വാഹന ഗതാഗതത്തിന് സമാന്തരമായി സജ്ജീകരിക്കുന്ന റോഡ് അടയാളങ്ങൾ എന്നതാണ്. ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരേജ് വേയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വാഹന ഗതാഗതത്തിന് സമാന്തരമായി സജ്ജീകരിക്കുന്ന റോഡ് അടയാളങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ് ആണോ, ട്രാവേഴ്സൽ മാർക്കിംഗ് ആണോ, പെഡസ്ട്രിയൽ അതായത് സമാന്തരമായി കേട്ടോ. അപ്പൊ പെഡസ്ട്രിയൽ ക്രോസിംഗ് വരുമോ, സ്റ്റോപ്പ് ലൈൻ മാർക്കിംഗ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പെഡസ്ട്രിയൽ ക്രോസിംഗ്, സ്റ്റോപ്പ് ലൈൻ ഒക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതവിടെ ഈ സമാന്തരമായി, ഈ ഒരു വാക്ക് കാണണേ, സമാന്തരമായി സജ്ജീകരിച്ചിരിക്കുന്ന റോഡ് അടയാളങ്ങൾ എന്താണ്? 57 എ ആട്ടോ വരിക. ലോഞ്ചിറ്റ്യൂഡിനൽ, അതായത് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിന്റെ നടുവ് കൂടെ മുറിച്ച് കിടക്കാതിരിക്കാനുള്ളത്, മുറിച്ച് കിടക്കുന്ന മഞ്ഞവര, അതൊക്കെ നമ്മൾ എന്ത് വിളിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ് എന്ന് വിളിക്കും കേട്ടോ. ഇനി പെഡസ്ട്രിയൽ ക്രോസിംഗ് ഒക്കെ റോഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് സമാന്തരമായിട്ടാണോ? അല്ലല്ലോ, ഇങ്ങനെയല്ലേ നമ്മൾ പെഡസ്ട്രിയൽ ക്രോസിംഗ് ഒക്കെ വരയ്ക്കുക. 58, ഒരു വാഹനം ഇടതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്യാവുന്ന സാഹചര്യം. ഒരു വാഹനം ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള സാഹചര്യം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടി ലൈനിലൂടെ ഓടിച്ചു പോകുമ്പോൾ മറികടക്കപ്പെടേണ്ട വാഹനം റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് വലത്തോട്ട് തിരിയുകയാണെങ്കിൽ, ഇതാലോചിച്ച് നോക്കണേ, മുന്നിലെ വാഹനം നിർത്തിയിരിക്കുകയും ഇടതുവശത്തു കൂടി കടക്കുന്നത് സുരക്ഷിതവുമാണെങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ സാഹചര്യവും. മൾട്ടി ലൈനിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്ന അല്ലെ, മൾട്ടി ലൈനിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ലേ. ഇനി മറികടക്കപ്പെടേണ്ട വാഹനം റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്നത്. അത് സെന്ററിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഇയാളിങ്ങനെ തിരിയാണ് എഴുതിക്കോ. അപ്പൊ നമ്മൾ ഒരിക്കലും വലത്തോട്ട് കൂടെ ഓവർടേക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ ആക്സിഡന്റ് വരില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇടത്തോട്ട് കൂടെ ഓവർടേക്ക് ചെയ്യാം. മുന്നിലെ വാഹനം, ഇത് നമുക്ക് സിമ്പിളാ, ഇതെന്തായാലും വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആട്ടോ. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 വട്ടയിലും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോ നമ്മളൊന്ന്
ഒന്ന് ആലോചിച്ചൊക്കെ ചെന്ന ഉത്തരം കിട്ടും. 59 ഒരു വാഹനം മറ്റൊരു വാഹനത്തെ മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം. പാലത്തിൽ മൾട്ടി-ലെയിനിൽ മുന്നിലെ റോഡ് കാണാത്ത വളവിൽ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 60 ഒരേ ഗണത്തിൽപ്പെട്ട രണ്ട് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ ഏത് വശത്തുനിന്ന് വരുന്ന ഡെർക്കാവും റേറ്റ് ഓഫ് വേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വലതുവശത്തു നിന്നാണോ ഇടതുവശത്തു നിന്നാണോ ആർക്കും മുൻഗണന ഇല്ല മുന്നിൽ നിന്ന് വരുന്ന ഏതാണ് ആൻസർ എന്താ വരിക? നമുക്കറിയാലേ എപ്പോഴും എന്താണ് വലതുവശത്ത് നിന്ന് വരുന്ന ആൾക്കാണ് റേറ്റ് ഓഫ് വേ നമ്മൾ കൊടുക്കുക. ഇനി 61 തികച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു വാഹനം തുരങ്കത്തിൽ നിർത്തിയിടേണ്ടി വന്നാൽ പ്രതിഫലിപ്പിക്കുന്ന മുന്നറിയിപ്പ് ചിഹ്നം വാഹനത്തിന് മുന്നിലും പിന്നിലും ഇത് ഇപ്പൊ വാഹനം ഇവിടെ തുരങ്കത്തിലാണ്. നമ്മളിപ്പോ 1 മീറ്ററിന് 1 മീറ്ററിൽ ഇപ്പൊ ത്രികോണം വെച്ച് വരുത്തിക്കോ എന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രേക്ക് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ആള് വന്ന് തട്ടൂലേ? അപ്പോ ഈ ഡ്രൈവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഈ ത്രികോണ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം? വാഹനത്തിൽ നിന്നും എത്ര അകലെ എത്ര മീറ്റർ അകലത്ത് വെച്ചാലാണ് നമുക്ക് സേഫ് ആയിട്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അവിടെ ഉണ്ട്, വാഹനം അവിടെ കുടുങ്ങി കിടക്കുക നമുക്ക് എങ്ങനെ മനസ്സിലാവുക? 1 മീറ്റർ 2 മീറ്റർ ഒന്നും അല്ല നമുക്ക് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ സാധാരണ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ ഈ ത്രികോണം നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ തൽക്കാലത്തിന് 5 മീറ്റർ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും അതൊന്നും ഓപ്ഷൻ എടുക്കരുത്. അപ്പൊ ഇതിൽ 15 ആണോ 20 ആണോ 35 ആണോ 50 ആണോ? നമുക്കറിയാലേ 20 മീറ്റർ ആണ്. മുന്നിലും പിന്നിലും 20 മീറ്റർ ആട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുന്നിലും പിന്നിലും എത്ര? 20 മീറ്റർ ആണ്. ഓക്കെ, എന്നാലേ ആൾക്ക് അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനി 62 ഒരു ജംഗ്ഷനിൽ നിന്ന് മുന്നിലേക്കും ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത ദൂരം. ജംഗ്ഷനിലാണ്, ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ സെൻട്രലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം ദൂരം കഴിഞ്ഞിട്ടാണ് ഒരു വാഹനം പാർക്ക് ചെയ്യുക? 25 മീറ്റർ ആണോ 50 മീറ്റർ ആണോ 100 മീറ്റർ ആണോ 150 ആണോ? 62 150 വരുമോ? 150 വരും, 100 വരും, 100 വരില്ല കേട്ടോ. എത്രയാണ് ആൻസർ? എത്ര വരിക? 50 മീറ്റർ ആണ് വരിക കേട്ടോ. ഒരു ജംഗ്ഷൻ എന്നാണ്, ജംഗ്ഷനിൽ നിന്ന് മുന്നിലേക്ക് എന്താണ് 50 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പാർക്കിംഗ് അനുവദിക്കുള്ളൂ. അടിയന്തര വാഹനങ്ങളുടെ മുൻഗണന താഴെ പറയുന്നതിൽ ഏത് വാഹനമാണ്? എപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫയർ സർവീസും ആംബുലൻസും നമുക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ചോദ്യങ്ങളാണ്. ചില ടൈമിൽ PSC എന്ത് ചെയ്യും? ഫയർ സർവീസിന് PSC ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്ലീറ്റ് PSC കൊടുത്തുള്ളത് ഫയർ സർവീസ് വാഹനത്തിനാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ആംബുലൻസ്. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുള്ളൂ. 64 കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ എത്ര കൂടാൻ പാടില്ല? കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങളുടെ പരമാവധി മാക്സിമം സ്പീഡ് ലിമിറ്റ് എത്രയാണ്? 25 കിലോമീറ്റർ ആട്ടോ. കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങളിൽ മാക്സിമം എത്ര പറ്റുള്ളൂ? 25 കിലോമീറ്റർ പെർ ഹവറിലെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. മണിക്കൂറിൽ. 65 കേരളത്തിൽ 4 വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിക്കപ്പെട്ട പരമാവധി വേഗത. നമ്മൾ എന്ത് ചെയ്യണം? പുതിയതും പഴയതും പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പിന്നീട് പഠിക്കാം. 65 ഒരു പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന പരമാവധി സ്ഫോടക വസ്തുക്കളുടെ അളവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന പരമാവധി സ്ഫോടക വസ്തുക്കളുടെ അളവ്. അത് പബ്ലിക് സർവീസ് വാഹനാട്ടോ. അതായത് ആൾക്കാരുടെ ജീവനൊക്കെ ഒരുപാട് അതിലുണ്ടാവും. അപ്പൊ അതിൽ 1 ലിറ്റർ സ്ഫോടക കൊണ്ടുപോകാൻ പറ്റുമോ? 3 എണ്ണം കൊണ്ടുപോകാൻ പറ്റുമോ? 5 എണ്ണം കൊണ്ടുപോകാൻ പറ്റുമോ? 5 ലിറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ? അതോ കൊണ്ടുപോകാൻ പാടില്ല എന്നാണോ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. 67 ഫോഗ് ലാമ്പ് ഇതിന്റെ കൂടെ മാത്രം ഉപയോഗിക്കാനുള്ളൂ. ഫോഗ് ലാമ്പ് എപ്പോൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ? നമുക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും അല്ലേ? ഫോഗ് ലാമ്പ് ഡിപ്ഡ് ഹെഡ്ലൈറ്റിന്റെ ഹൈ ബീമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ 2 ഓപ്ഷനെ നമുക്ക് അങ്ങോട്ട് മാറിപ്പോളൂ. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? 68 സിമ്പിൾ ആണ്. 68 എന്തിനെ സൂചിപ്പിക്കുന്നു? നോ പാർക്കിംഗ്, നോ സ്റ്റോപ്പിംഗ്, നിയന്ത്രണ മേഖല കഴിഞ്ഞു, നിയന്ത്രണങ്ങൾ തുടങ്ങുന്നു. 68 നിയന്ത്രണ മേഖല കഴിഞ്ഞു എന്നാട്ടോ ഇവരെ. ഇതിന്റെ ആൻസർ സി ആണ് ആൻസർ. 69 BS4 മാനദണ്ഡത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനത്തിന്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. BS4 ആണെങ്കിൽ നമുക്ക് എത്ര? 6 മാസം, ഒരു വർഷം. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യും? ഡൗട്ട് അടിക്കും അല്ലെ? ആ ടൈമിൽ നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പൊ BS4 ആണെങ്കിൽ നമുക്ക് അന്ന് ഒരുപാട് ഇഷ്യൂസും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ? 69 എന്താണ് ആൻസർ? 69 ഒരു വർഷമാണ് കേട്ടോ BS4ന്റെ. വാടകക്കോ പ്രതിഫലത്തിനോ വേണ്ടി എത്ര യാത്രക്കാരെ വരെ ചരക്കു വാഹനങ്ങളിൽ കയറ്റാം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെയും കയറ്റാൻ പാടില്ല കേട്ടോ.
ഇനി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന്റെ ലൈസൻസിന്റെ കാലാവധി. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന്റെ ലൈസൻസിന്റെ കാലാവധി എത്രയാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? 5 വർഷമാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ലൈസൻസിന്റെ കാലാവധി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതുക്കണം. ഇനി ഈ രാത്രി കാലങ്ങളിൽ സാധ്യത പറയുന്നതിൽ ഹൈ ബീം ഉപയോഗിക്കൽ നിരോധിച്ചിരിക്കുന്ന സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും? മുകളിൽ പറഞ്ഞതെല്ലാം അല്ലെ? മുന്നിലെ ഒരു വാഹനത്തിനെ സമീപിക്കുമ്പോൾ അയാളുടെ കണ്ണ് എന്ത് ചെയ്യും? അടഞ്ഞു പോകും, താനെ അടയും. കാരണം അത്രയും എഫക്റ്റ് ആണ് ഹൈ ബീം. അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിന് പിറകെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇനി പ്രകാശമുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഹൈ ബീമിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ 3ഉം ആൻസർ ശരിയാണ്. ഇനി 73 വാഹന ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ജംഗ്ഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചതായ സംവിധാനത്തെ എന്ത് വിളിക്കുന്നു? റോഡ് മാർക്കിംഗ്, ട്രാഫിക് ഐലൻഡ്, ഹസാർഡ് മാർക്കിംഗ്, റൗണ്ട് അബൌട്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നതായ സംവിധാനത്തെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? എന്തായിരിക്കും? ട്രാഫിക് ഐലൻഡ് എന്ന് വിളിക്കും കേട്ടോ. 73 ട്രാഫിക് ഐലൻഡ് എന്ന് വിളിക്കും. ഇനി 74 താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ട്? ഈ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്തിനാ? നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ 74 ആൻസർ എന്താ വരിക? ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ആട്ടോ. മറ്റേതൊരു ബെഡ് ഇതൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ. ഇനി 75 വാഹനം ഇടത്തോട്ട് തിരിയുന്നതിന് വേണ്ടി കൈകൊണ്ട് എങ്ങനെയാണ് സിഗ്നൽ കൊടുക്കേണ്ടത്? എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാ കൊടുക്കുക? നമുക്കറിയാലോ, ചിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് മോട്ടോർ വാഹനം എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ LMV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരും. D വരുമോ, C വരുമോ, B വരുമോ, A വരുമോ? ടോട്ടൽ വെയിറ്റ്, അതാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, GW. അത് എത്രയാണ് കവിയാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3000 കിലോഗ്രാം ആണോ, 5000 ആണോ, അത് 7500 ആണോ, 10000 ആണോ, 12000 ആണോ? ഇവിടെ 12000 എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. 12000 കിലോഗ്രാം എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായിരിക്കും ആൻസർ? നമുക്കറിയാലേ 7500 ആണ്. ഇനി ഇവയിൽ ഏത് ഫോമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ നൽകുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലൈസൻസിന്റെ അപേക്ഷ നൽകുന്നത് ഏതില്ല? ഫോം 2 ലാട്ടോ. 77 B ആണ് ആൻസർ. ഇനി 78 ഒരു ലൈറ്റ് മോട്ടോർ വാഹനം, ഒരു LMV ചുരുങ്ങിയത് ഇത്ര കാലം ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ അതായത് LMV എടുത്തിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ചരക്ക് വാഹനം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസിന് അനുവദിക്കുക. നമുക്കറിയാം അല്ലേ? എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും കണ്ടിട്ടുള്ള ചോദ്യമാണ്. മിനിമം 1 വർഷം കേട്ടോ. ചുരുങ്ങിയ കാലയളവ് ചോദിച്ചിട്ടുണ്ടേ. ചുരുങ്ങിയ കാലയളവാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 കൊല്ലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചുരുങ്ങിയ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം കേട്ടോ. ഈ ഓപ്ഷന് 2 വർഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 വർഷം കൊടുക്കാം. ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് ലഭിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം. സിമ്പിൾ ചോദ്യം അല്ലേ? ട്രാൻസ്പോർട്ട് വാഹനം 18 ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പറ്റുമോ? അപ്പത്തെ എക്സാമിന്റെ ടെൻഷനിൽ എന്തായാലും പലരും ഇത് പോയി അമർത്തും. പക്ഷെ എന്താണ് ആൻസർ? ഏതാണ്? 20 വയസ്സായാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 79 ആൻസർ B ആണ്. 80 ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം മുകളിലേക്ക് ഇത്രത്തോളം ചരക്ക് നിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈറ്റ് നമ്മൾ കാണാറുണ്ട് ഇല്ലേ? എന്തായിരിക്കും അതിന്റെ കളർ? എന്തായിരിക്കും? ചരക്ക് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം വെള്ള കളറാട്ടോ. ഇനി 81 ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ എത്ര അളവ് നമുക്കറിയാലോ? ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടല്ലേ? 81 30 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ ഓഫ് ബ്ലഡ് ആണ് കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിന് എത്ര നാൾ മുമ്പ് വരെ പുതുക്കാം? എത്ര നാൾ മുമ്പ് വരെ പുതുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പ് വരെ പുതുക്കാം കേട്ടോ. 83 ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർക്യൂട്ട് നൽകുന്ന ഫോം. ഏത് ഫോമിലാണ് നമുക്ക് PUC സർട്ടിഫിക്കറ്റ് നൽകുക? 83 ആൻസർ. വളരെ ഇമ്പോർട്ടന്റ്. ഇതേ ചോദ്യങ്ങളാട്ടോ റിപ്പീറ്റ് ചെയ്യുക. ഫോം 59 ആണ്. 83 ഫോം 59ലാണ് നമ്മൾ PUC സർട്ടിഫിക്കറ്റ് നൽകുക കേട്ടോ. PUC പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ. ട്രാഫിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ട്രാഫിക് എന്ന വാഹനം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ട്രാഫിക് റോഡിലൂടെ പോകുമ്പോൾ വാഹനങ്ങൾ ഉണ്ടാവും, കാൽനടക്കാരുണ്ടാവും, മൃഗങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാം ആൻസർ വരും കേട്ടോ. 84 D ആണ് ആൻസർ വരിക. ഇനി ഭാരത് സ്റ്റേജ് BS6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾ പുകമലിനീകരണ സർട്ടിഫിക്കറ്റ് കാലാവധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 85 ആൻസർ. 1 വർഷം കേട്ടോ. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ കണ്ടത്? ഇതല്ല. ഇത് കണ്ടോ? BS ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഇനി അടുത്തത്
ഫ്ലഡ് ഗേജ് ഒരു അടയാളമാണ്. ഫ്ലഡ് ഗേജ് അതായത് എത്രത്തോളം വെള്ളം അവിടെ പൊന്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അടയാളം. അത് നമ്മൾ എന്ത് ടൈപ്പ് ആണ്? മുന്നറിയിപ്പാണോ, അതായത് നിർബന്ധ ചിഹ്നമാണോ, അതായത് ഇൻഫർമേറ്ററി ആണോ, മാൻഡറ്ററി ആണോ എന്നൊക്കെ ചോദിക്കണേ. ഫ്ലഡ് ഗേജ് എന്താണ്? ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ, വിവരദായക ഇൻഫർമേഷൻ സൈൻ ആണ്. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നീളപരിധിയാണോ, അതോ വീതിപരിധിയാണോ, ഭാരപരിധിയാണോ, ഉയരപരിധിയാണോ? ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, എങ്ങനെയാണ് ആരോ മാർക്ക് എങ്ങനെ കൊടുത്തിരുന്നത്? ഉയരപരിധി ആട്ടോ, മാക്സിമം 3.5 മീറ്റർ മാത്രമേ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഡ്രൈവറായ നിങ്ങൾക്ക് അഭിമുഖമായി ഗിവ് വേ എന്ന് എഴുതിയ സൈൻ ബോർഡ് കാണുന്നു. ഇത് എന്ത് നിർദ്ദേശമാണ് നൽകുന്നത്? അത് ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഡ്രൈവർ നിങ്ങൾക്ക് അഭിമുഖമായി ഗീവ് വേ എന്നുള്ള സൈൻ ബോർഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽനടക്ക വഴിമാറി പോകണം എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴിമാറി കൊടുക്കണം എന്നാണോ, അതോ മറ്റു വാഹനങ്ങൾ എനിക്ക് വഴി നൽകണം എന്നാണോ, അതോ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കാണ് മുൻഗണന? സിമ്പിൾ, ഓപ്ഷൻസ് സിമ്പിൾ ആണ് കേട്ടോ. ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആണ്. എന്താണ്? മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴിമാറി കൊടുക്കണം. 89 കേരളത്തിൽ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗം മണിക്കൂറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എത്രയാണ്? 30 km/h ആണ്. ഇനി 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ വാഹനങ്ങളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ് നോക്കണേ, 600 രൂപ. ഇത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഈ ചോദ്യം നോക്കുക കേട്ടോ. 91 വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനാവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലമ്പ്രദേശത്തുള്ള സോറി കേട്ടോ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനാവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലമ്പ്രദേശത്തുള്ള റോഡുകളിലും ഏത് വാഹനത്തിന് മുൻഗണന നൽകണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ. ഏത് വാഹനത്തിനാണ് നമ്മൾ കയറ്റം കയറി വരുന്ന വാഹനത്തിന് എന്ത് ചെയ്യണം? നമ്മൾ മുൻഗണന നൽകണം കേട്ടോ. 92 ഒരു ത്രികോണത്തിനുള്ള കോഷണറി സൈനിൽ ഒരു റെയിൽവേ എഞ്ചിന്റെ ചിത്രം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു ത്രികോണം ഉണ്ട്, അതിൽ നമ്മുടെ കോഷണറി സൈൻ ആണ്. അതിൽ റെയിൽവേ എഞ്ചിൻ ആണെങ്കിൽ എന്താണ്? കാവൽക്കാരൻ ഉള്ളതാണോ, കാവൽക്കാരൻ ഇല്ലാത്തതാണോ? അത് മാത്രമേ ഡൗട്ട് വരുള്ളൂ. 92 ഏതാ ആൻസർ വരിക? കാവൽക്കാരനില്ല കേട്ടോ. അപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടൈപ്പിന്റെ നിറം മഞ്ഞയും ചുവപ്പും ഉണ്ട് കേട്ടോ. വാഹനത്തിന്റെ പിൻഭാഗത്താണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ചുവപ്പാണ് ആൻസർ വരിക. ഇനി തന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു, ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ എത്രയും വേഗം ഇത്ര സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. 94 ഏതാ? നമുക്ക് എല്ലാവരും ആ സെന്റൻസ്, ആ ക്ലോസ് തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ? 24 മണിക്കൂറിനുള്ളിൽ കേട്ടോ. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 95 നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്, വാഹനത്തിന്റെ ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ഫോമുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക? ഫോം 29ഉം ഫോം 30 കേട്ടോ. ഇനി 97 നിങ്ങൾ വാഹനം ഓടിച്ച് മറ്റു വാഹനത്തെ പിന്തുടരുമ്പോൾ എത്ര അകലം പാലിക്കണം? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് ഇതാണോ ഇതല്ല നമുക്ക് അറിയാലേ, ഇതാണോ ഇത് അറിയാലേ. ഇത് നോക്കി നോക്കൂ, ഇതും സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സിമ്പിൾ അല്ലേ? എന്താണ്? മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും നമ്മൾക്ക് സുരക്ഷിതമായി നിർത്താനാകുന്ന അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വാഹനത്തെ പിന്തുടർന്ന് പോകാൻ പറ്റുള്ളൂ. അതാണ് കീപ് ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു സൈൻ ബോർഡ് കാണുന്നത് കേട്ടോ. 98 നീല നിറത്തിലുള്ള, ശ്രദ്ധിക്കണേ, നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിന്റെ ചിത്രം വരച്ചിട്ടുള്ളത് റോഡ് സൈൻ ബോർഡ് കണ്ടാൽ അർത്ഥമാക്കുന്നത് നിർബന്ധമായും ഹോൺ മുഴക്കണം എന്നാണോ, ഹോൺ മുഴക്കരുത് എന്നാണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കേട്ടോ. എന്താണ്? നിർബന്ധമായും എന്ത് ചെയ്യണം? ഹോൺ മുഴക്കണം കേട്ടോ. 99 ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളിപ്പോ ഈ ഇതിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എത്ര മീറ്റർ മുന്നാണ് നമ്മൾ മുന്നിലും പിന്നിലാണ് വെക്കേണ്ടത് നമ്മൾ കണ്ടു തുരങ്കത്തിൽ. അപ്പൊ ഇതിലാണെങ്കിലോ, വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ വാഹനം ബ്രേക്ക് ഡൗൺ, സിമ്പിൾ, ഓപ്ഷൻ സിമ്പിൾ ആട്ടോ. എന്താണ് ആൻസർ വരിക? വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്ക് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ട്രയാങ്കിൾ ഉപയോഗിക്കുക. 100 വാഹനത്തിന്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എപ്പോഴാണ് പ്രകാശിപ്പിക്കേണ്ടത്? 100ാമത്തെ ഒരു ജംഗ്ഷനിൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് കേട്ടോ. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിന് വാഹനം കെട്ടിവലിച്ച് കൊണ്ടുപോകുമ്പോൾ വാഹനം ബ്രേക്ക് ഡൗൺ ആയി മഴയത്ത് വാഹനം, ഇതല്ല, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആയതുകൊണ്ട് തന്നെ PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.